Good afternoon, all. Good afternoon, ma'am. 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 Good afternoon. Prayer vannu ട്ടോ. Dear God, thank you for giving us this new day. Bless our teacher and all our friends. Help us to listen carefully, learn well, and grow in knowledge and kindness. Guide us in all our activities today. Thank you for your love and care. Amen. Sign in. Good afternoon, ma'am, and good afternoon, everyone. I'm Asina. It is my great pleasure to warmly welcome Miss Abarna, ma'am, for today's class. We are happy and honored to have you with us, ma'am. Thank you. Thought of the day. Don't try to be perfect, just try to be better than you were yesterday. Thank you. Okay. Good afternoon, all. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പോർഷൻ എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ യൂണിറ്റ് 1 കംപ്ലീറ്റ് ആയോ? Yes, ma'am. കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് എടുത്തു അല്ലേ? ആക്ഷൻ ടീം വരെ. ഇനി നമ്മള് മൂവ് ആകുന്നത് യൂണിറ്റ് 2 ആണ് കേട്ടോ. യൂണിറ്റ് 2 കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്നാണ് യൂണിറ്റ് 2ന്റെ പേര്. എന്തൊക്കെയാണ് കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്? മെയിൻ ആയിട്ടുള്ള ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ മെയിൻ ആയിട്ടുള്ള കീ എലമെന്റ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കീ ഫാക്ടേഴ്സ്, കീ എലമെന്റ്സ്. പേജ് നമ്പർ 132. അസീന, ഓക്കെ, കറക്റ്റ്. പേജ് നമ്പർ 132. Key dimensions of family school partnership chapter. ഏതൊരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെയും മെയിൻ ആയിട്ടുള്ള കീ ഫാക്ടേഴ്സ് ഓർ കീ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തെല്ലാമാണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. മെയിൻ ആയിട്ട് 7 ഡയമെൻഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ആ സെയിം ഡയമെൻഷൻസിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ ഇതിന് വേണ്ട സ്ട്രാറ്റജീസ്, സജസ്റ്റഡ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഈ ഓരോ ഡയമെൻഷനും ഫോളോ ചെയ്യാൻ വേണ്ട സജസ്റ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. സോ നമുക്ക് മൂവ് ആകാം ചാപ്റ്ററിലേക്ക്. The family school partnership framework identifies 7 dimensions as guidelines for planning partnership activities. ഒരു പാർട്ണർഷിപ്പ് ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് 7 ഡയമെൻഷൻസ് ആണ് വേണ്ടത്. These 7 dimensions are: first one is communication, ആശയവിനിമയം. Second one is connecting learning at school and at home. നമ്മുടെ വീട്ടിലും അതേപോലെ തന്നെ സ്കൂളിലും നല്ലൊരു ലേണിംഗ് സിറ്റുവേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കണക്ഷൻ വേണം. നമ്മള് കുട്ടികൾ സ്കൂളും വീടും തമ്മിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ വേണം. ബിൽഡിംഗ് എ കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി. നമ്മൾ നല്ലൊരു സമൂഹത്തെ ബിൽഡ് ചെയ്തെടുക്കണം. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നല്ലൊരു സമൂഹത്തെ ബിൽഡ് ചെയ്തെടുക്കണം. റെക്കഗ്നൈസിംഗ് ദ റോൾ ഓഫ് ദ ഫാമിലി. കുടുംബത്തിന്റെ പങ്ക് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നത് ആരാണ്? ടീച്ചേഴ്സിനെ പോലെ അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നത് ആരാണ്? ഫാമിലിയാണ്. റെക്കഗ്നൈസിംഗ് ദ റോൾ ഓഫ് ദ ഫാമിലി. കുടുംബത്തിന്റെ പങ്ക് നമ്മൾ തിരിച്ചറിയണം. കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. പാരന്റ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടത്. കുട്ടിയുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ പാരന്റ്സിനെയും കൂടി അഭിപ്രായം നമ്മൾ കൺസിഡർ ചെയ്യണം. കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ. നമ്മൾ സ്കൂളിൽ മാത്രം ഒരു കാര്യം വർക്ക് ചെയ്യുക എന്ന് മാത്രമല്ല, ബിയോണ്ട് സ്കൂളിന് പുറത്തും കാര്യങ്ങൾ കൊളാബറേറ്റ് ചെയ്യാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. പാർട്ടിസിപ്പേറ്റിംഗ്. ഒരു കുട്ടിയുടെ എന്താ പറയുക സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാംസിനും കാര്യങ്ങൾക്കും നമ്മൾ പാരന്റ്സും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ടൈം കണ്ടെത്തണം. ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള 7 ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ, കണക്റ്റിംഗ് ലേണിംഗ് അറ്റ് സ്കൂൾ, at home and at the school, building community and identity, recognizing the role of the family, consultative decision making, collaborating beyond the school, participating. ഈ 7 ഡയമെൻഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ,
നോക്കാം, ചാപ്റ്ററിലേക്ക് വരാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഇതില് 14 വരെയുള്ള കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തത് ഓർമ്മയുണ്ടോ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തോ? 12, 13, 14. Yes, ma'am. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ നമുക്ക് എല്ലാവർക്കും എന്താണ് ഏറ്റവും ഏതൊരു റിലേഷൻഷിപ്പിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടർ ആണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോ ഒരു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് എന്ന റിലേഷൻഷിപ്പ് ആണ് അല്ലെ. ഫാമിലി മെമ്പേഴ്സും അതേപോലെ സ്കൂൾ പേജ് നമ്പർ ഏതാണ്? പേജ് നമ്പർ 132. അപ്പോ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മള് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മള് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിൽ ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് പെർമിറ്റ് ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. 1 വേ കമ്മ്യൂണിക്കേഷൻ, 2 വേ കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നുണ്ട്. അതിൽ ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന് വേണ്ടത്? Two-way കമ്മ്യൂണിക്കേഷൻ ആണ്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഫാമിലീസ് സ്കൂളിനോട്, സ്കൂളുകൾ ഫാമിലിനോട് പരസ്പരം എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ നോക്കാം. This key dimension accentuate that effective communication. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഡയമെൻഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ. ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നത്? ബിൽഡ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, പേഴ്സണൽ ആയിരിക്കണം, ഫ്രീക്വന്റ് ആയിരിക്കണം, അതേപോലെ കൾച്ചറലി സ്യൂട്ടബിൾ ആയിരിക്കണം. നമ്മള് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഓരോ വ്യക്തിനോട്, ഓരോ കുട്ടിയുടെ പാരന്റ്സിനോട് നമ്മൾ പേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില ടൈമിൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഫ്രീക്വന്റ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് വേണം. പരസ്പരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കൾച്ചറലി സ്യൂട്ടബിൾ, നമ്മളുടെ കൾച്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജും കാര്യങ്ങളും നമ്മുടെ കൾച്ചറിന് ഓക്കെ ആയിട്ടുള്ള ലാംഗ്വേജ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. Is where school go out of their way to make family feel welcome and valued. നമ്മള് സ്കൂളിലേക്ക് പാരന്റ്സും ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരുമല്ലേ ഇല്ലേ? എന്തെങ്കിലും മീറ്റിംഗ്സിനോ അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻസിന്റെ ഭാഗമായിട്ടോ റിക്വസ്റ്റിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വരും. ആ സമയത്ത് നമ്മൾ അവിടെ വെൽക്കം ചെയ്തിരിക്കണം, നമ്മൾ വാല്യൂ ചെയ്യണം. പാരന്റ്സിനെ, ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ സ്കൂളുകളിലേക്ക് വെൽക്കം ചെയ്യണം, പ്ലസ് വാല്യൂ ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. നമ്മള് ശരിക്കും പറഞ്ഞാൽ പാരന്റ്സിന് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ചിലപ്പോ അവര് ഡിഫറെന്റ് എന്താ പറയാ, ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും നമ്മളെക്കാൾ, അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് അറിയണമെന്നില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യണം? അവർ വാല്യൂ ചെയ്യണം, അവരുടെ അഭിപ്രായങ്ങൾക്ക് വാല്യൂ ചെയ്യണം, അവരുടെ ഒപ്പീനിയൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് നോക്കണം, അത് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റണം. ഈസ് എ 2-way exchange between families and schools. അപ്പോ ഒരു ഫാമിലി സ്കൂളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. 2-way exchange of information between families and schools. നമ്മൾ ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫാമിലി സ്കൂളും തമ്മിൽ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത്. ഇൻവോൾവ്സ് നോട്ട് ഓൺലി ആൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് ജസ്റ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ അല്ല, ബട്ട് ഓൾസോ ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ സ്കൂൾസ് ആൻഡ് ഫാമിലി to learn about each other. പരസ്പരം നമ്മുടെ ഫാമിലീസിന് സ്കൂളിന് പരസ്പരം അവരെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഈ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ കമ്മ്യൂണിക്കേഷൻ അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Make clear that families are genuine partners and can help solve big problems. ഫാമിലീസ് എന്ന് പറയുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആണ്. നമ്മൾ ഒരു കുട്ടിയുടെ ഫാമിലി ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ, കാരണം അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മളുടെ ചൈൽഡാണ്, അവരുടെ ചൈൽഡാണ്, പാരന്റ്സിന്റെ ചൈൽഡാണ്. സോ അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഒപ്പം തന്നെ ആ ഒരു ഈക്വൽ റോള് വഹിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ആര്? ഫാമിലി എന്ന് പറയുന്നത്. ജെന്യൂൻ പാർട്ട്നേഴ്സ് ആണ്. കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ജെന്യൂൻ ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും പറ്റുന്ന മെമ്പേഴ്സ് ആണ് ആര്? ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫാമിലി എന്ന് പറയുന്നത്.
and വീഡിയോ can ചെയ്യണം. okay, ഇപ്പൊ ശരി. and can help solve big problems. വലിയ പ്രോബ്ലംസ് വരുമ്പോൾ കുട്ടിയുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് ഫാമിലീസിനോടും കൂടി ഡിസ്കസ് ചെയ്ത് നമുക്ക് ആ പ്രോബ്ലംസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, പ്രോപ്പർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം, 2-way കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായിട്ടും വേണം. Okay. Build a bridge across culture and language divide, include activities seeking access to these families. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരാറുണ്ട് അല്ലെ. ചിലപ്പോൾ ചില ടീച്ചേഴ്സിന് പണ്ടൊക്കെ നമ്മള് ഈ ഒരു കോഴ്സ് മോണ്ടിസോറി ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ലാംഗ്വേജ് ഇംഗ്ലീഷ് മാത്രമായിരുന്നല്ലോ. സോ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഈ ടീച്ചേഴ്സ് അവരുടെ പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ നമ്മുടെ ലാംഗ്വേജിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടാവും. ഇന്ന് നിങ്ങൾ പറയും ഇപ്പൊ ഇംഗ്ലീഷ് എല്ലാവർക്കും ഏകദേശം അറിയാം, ഓക്കെ അതറിയാം. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ട്രൈബൽ ഏരിയാസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷന് ചിലപ്പോ അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവണമെന്നില്ല അല്ലെ. അതെ, കുറച്ചും കൂടി അവരുടെ ലാംഗ്വേജ് ചിലപ്പോൾ നമ്മൾ കേട്ടാൽ തന്നെ മനസ്സിലാവണമെന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്ററിന്റെ ഹെൽപ്പോട് കൂടി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചിലപ്പോൾ അവർ കൾച്ചറലി ഡിഫറെന്റ് ആയിരിക്കും, ലാംഗ്വേജിലി ഡിഫറെന്റ് ആയിരിക്കാം. പക്ഷെ ആ കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരെ കഴിഞ്ഞേ വേറൊരാൾക്ക് സാധിക്കുള്ളൂ. സോ ഗീവ് ഇമ്പോർട്ടൻസ് ടു ദർ കോൺട്രിബ്യൂഷൻ. അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ, അവരുടെ സപ്പോർട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ അവർ നല്ല രീതിയിൽ നമ്മൾ വാല്യൂ ചെയ്യണം. Needs to take into account culture and linguistic diversity and not assume that all family communicate in the same way. നമ്മളിപ്പോ ഒരു പാരന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരു പാരന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഒരു അപ്രോച്ച് അവിടെ വരുന്നത്. ചില ഫാമിലീസിൽ നമ്മുടെ കുട്ടി മാർക്ക് കുറവാണെന്ന് അവര് എനിക്കൊരു കംപ്ലൈന്റ് ചെയ്യും, അയ്യോ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ് കുട്ടിക്ക് മാർക്ക് കുറഞ്ഞത് എന്ന് കംപ്ലൈന്റ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. ചിലപ്പോൾ ചില പാരന്റ്സ് എന്ന് പറഞ്ഞാല് അവര് നമ്മളോട് കംപ്ലൈന്റ് ആയിട്ട് പറയില്ല, ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയും. നല്ലതാണെങ്കിൽ മിക്ക പാരന്റ്സ് പറയാറില്ല. പക്ഷെ ചില ഫാമിലീസ് അവർ നമ്മളോട് പറയും നന്നായിട്ടുണ്ട്, പഠിപ്പിക്കുന്നത് നല്ല രീതിയാണ്, കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ചിലവർ നമ്മളോട് എടുത്ത് പറയും. നീഡ്സ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട്സ് ഓഫ് കൾച്ചറൽ. നമ്മൾ ഡിഫറെന്റ് ഫാമിലീസ് ഡിഫറെന്റ് കൾച്ചറിൽ വരുന്നതാണ്, ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. സോ അപ്പൊ നമ്മൾ ആ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ലാംഗ്വേജിന്റെ ആ ഒരു ഡൈവേഴ്സിറ്റി വേർതിരിവ് മനസ്സിലാക്കി വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. സെയിം വേയിൽ നമുക്ക് എല്ലാ ഫാമിലിനോടും ഒരേപോലെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈസ് ഓപ്പൺ ടു ഫാമിലി നീഡ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. നമ്മുടെ ഫാമിലീസിന്റെ നീഡ്സും ആറ്റിറ്റ്യൂഡും അനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അക്നോളജ് ആൻഡ് സെലിബ്രേറ്റ് ദ ഫാമിലി ഇൻപുട്ട്. നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ അക്നോളജ് ചെയ്യണം. അതേപോലെ തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഘോഷിക്കണം. ജസ്റ്റ് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കൺസിഡർ ചെയ്ത് അവർക്കും കൂടി കുറച്ച് വാല്യൂ കൊടുക്കണം. ഇറ്റ്സ് എ മൾട്ടി ഡയമെൻഷണൽ. ഇറ്റ് മേ എന്ന് വെച്ചാൽ അതൊരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. നമ്മൾ ചില സമയത്ത് ഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, ഇൻഫോർമൽ ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ പാരന്റ്സിനെ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് വിളിച്ച് എന്താ പറയാ നമ്മൾ മീറ്റിംഗ് ഒക്കെ വയ്ക്കുമ്പോൾ അതൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലാതെ ടീച്ചേഴ്സ് നിങ്ങളെ പേഴ്സണലി വിളിക്കാറുണ്ടോ? കുട്ടികളുടെ അമ്മമാരെ ഓരോ ടീച്ചേഴ്സും എങ്ങനെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും ടീച്ചറിനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ കുട്ടി പഠിക്കുന്നുണ്ടോ, അതൊക്കെ എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അങ്ങനെ ചെയ്യാറുണ്ടോ? ഓക്കെ, അപ്പോ ഫോർമൽ ആവാം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആവാം. ഹാപ്പൻസ് ഇൻ ഡിഫറെന്റ് പ്ലേസ്. നമ്മൾ സ്കൂളിൽ തന്നെ ആവണമെന്നില്ല എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവേണ്ടത്. ഡിഫറെന്റ് സൈറ്റ്സ് സച്ച് ആസ് കമ്മ്യൂണിറ്റി സെന്റേഴ്സ്. നമ്മൾ സൊസൈറ്റിയിൽ എവിടെ വെച്ച് വേണമെങ്കിലും ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമ്മൾ ആ ടീച്ചറാണോ ടീച്ചർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറഞ്ഞേ, അല്ലെങ്കിൽ ടീച്ചറെ കുട്ടി എങ്ങനെയുണ്ട് പഠിക്കാൻ, എങ്ങനെയുണ്ട് ഓക്കെ ആണോ, അവൻ പണ്ടത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നുണ്ടോ, നമ്മൾ എന്തായാലും ചോദിക്കും. പ്രത്യേകിച്ച് ആൺപിള്ളേരുടെ അമ്മമാരാണെങ്കിൽ, കുഞ്ഞു പിള്ളേര് ആൺകുട്ടികളുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കും. യൂസ് ഡിഫറെന്റ് മെത്തേഡ്സ്. നമ്മൾ ഓറൽ, റിട്ടേൺ, ഫേസ് ടു ഫേസ്, ഫോൺ, ഇമെയിൽ, ഈ മെത്തേഡിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓറൽ എന്ന് പറഞ്ഞാൽ വാക്കാൽ പറയുന്നത്. ഞാനിവിടെ എന്താ ചെയ്യുന്നത്, ഓറൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ, നിങ്ങൾ കേൾക്കല്ലേ.
റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ നമുക്കെങ്കിൽ എഴുതി തരാണ് ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എഴുതി തരാണെങ്കിൽ ദാറ്റ്സ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഫോൺ, ഒരാളോട് നമ്മൾ കോൾ ചെയ്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ മെയിൽ അയക്കുക. നമ്മളിപ്പോ ഫോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ കൂടുതലും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഒരു മീഡിയം എന്ന് പറയുന്നത് ഇമെയിൽ ആണ്, അല്ലെ? നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ഒക്കെ അയക്കുന്ന സമയത്ത് ഇമെയിലൂടെ അയക്കുന്നത്, അല്ലെ? ഓക്കെ, നോക്കാം. Family school communication needs to be taken seriously and must be valued, identified, and rewarded by the school and education system. നമ്മുടെ ഫാമിലി സ്കൂൾ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി സീരിയസ്ലി നമ്മൾ വാല്യൂ ചെയ്യണം, ഐഡന്റിഫൈ പറയാമോ? എന്താണ് പേജ് നമ്പർ? ഓക്കേടാ 133. ഓക്കെ. ഓക്കെ. അപ്പോ നമ്മൾ ഫാമിലി സ്കൂൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ സീരിയസ്ലി അത് വാല്യൂ ചെയ്യണം, അത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. ആൻഡ് റിവാർഡഡ് ബൈ ദ സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഫാമിലി സ്കൂൾ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സ്കൂളിനെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമ്മൾ റിവാർഡ് ചെയ്യണം. It is important to provide teachers and school leaders with education and training program to prepare them to communicate effectively with family in appropriate manner. അപ്പൊ നമ്മള് ടീച്ചേഴ്സിനും സ്കൂൾ ലീഡേഴ്സിനും നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഫാമിലി സ്കൂൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകേണ്ടത്, ഫാമിലീസിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിന് വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ടീച്ചേഴ്സിനും അതേപോലെ തന്നെ സ്കൂൾ ലീഡേഴ്സിനും കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഫാമിലീസിന് ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. It is equally important to empower and encourage families to communicate effectively with the school. അപ്പൊ ഇങ്ങനെ നമ്മൾ അവരെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്ത് എംപവർ ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ ഫാമിലീസിന് സ്കൂളായിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. എഫക്റ്റീവ്ലി എന്നാണ് കേട്ടോ. അതേപോലെ ലീഡ്സ് ടു ടേക്ക് ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓൾറെഡാ 1 മിനിറ്റ്. ഇവിടെ കണ്ടോ, ടു ബി ടേക്കൺ റിപ്പീറ്റ് ആണ്, അത് ഒരു ടു ബി ടേക്കൺ മതി. പിന്നെ എഫക്റ്റീവ്ലി നാക്കുക കേട്ടോ. റെഡ് വരുമ്പോ നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു പാർട്ടാണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും കമ്മ്യൂണിക്കേഷൻ. കേട്ടോ.
റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. ചെയ്തു. ഓക്കെ. എല്ലാ ടീച്ചേഴ്സും സെമിനാർ തന്നോ? സെമിനാർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? Yes, ma'am. അപ്പൊ എന്റെ ചാപ്റ്ററിലെ ഫസ്റ്റ് സെമിനാർ ആണ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു ടോപ്പിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് അതിന്റെ ഒരാൾക്ക് എടുക്കാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാർ ആയിട്ട് ഒരാൾക്ക് എടുക്കാം. ആരെടുക്കുന്നേ? ഞാൻ എടുക്കാം മാം. ഷബീന. സബീന. ഓക്കെ, സബീന കമ്മ്യൂണിക്കേഷൻ എടുക്കാണ്. ഷബീന. ഷബീന. ഷായാണ്. ഷാ. ഓക്കെ, ഞാൻ സ്പെല്ലിംഗ് നോക്കി എഴുതുന്നുണ്ടോ? സബീന. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളെല്ലാവരും പേജ് നമ്പർ പേജ് നമ്പർ 137 138 എടുത്തോട്ടെ. പേജ് നമ്പർ 138. സ്നേഹ 138 കേട്ടോ. അതില് നമ്മൾ കുറച്ച് സജസ്റ്റഡ് സ്ട്രാറ്റജീസ് കാണുന്നുണ്ടോ അത്? ഈ ഒരു ഹെഡിങ്ങിന് താഴെ വരുന്നതാ ഒരു പ്രിൻസിപ്പിൾസ് കീ ഡയമെൻഷൻ ആണ് കമ്മ്യൂണിക്കേഷനിൽ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ സാധിക്കുന്ന സ്ട്രാറ്റജീസ്, എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ നടത്താം, ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെങ്കിൽ എങ്ങനെ അത് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ സജസ്റ്റഡ് സ്ട്രാറ്റജീസ് ആണ് പറയുന്നത്. അതെടുക്കാൻ പറ്റുമോ? ക്യോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഫാമിലി സ്കൂൾ ഒരു ഈ സൈഡാണ് എടുക്കേണ്ടത്. കാണുന്നുണ്ടല്ലോ ടേബിളിന്റെ ഉള്ളില് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് 4, 5, 6, 7, 8, 9, 8, 10 കൊടുക്കുന്നില്ല. അതെന്താ സംഭവം? ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഞാൻ ഇത് നിങ്ങളെ കൊണ്ട് തന്നെ ചർച്ച ചെയ്യിപ്പിച്ച് കണ്ടുപിടിപ്പിക്കാന്ന് വിചാരിച്ചാണ്. ഫസ്റ്റ് ചാപ്റ്റർ എടുത്തപ്പോ ഓർമ്മയുണ്ടോ? ഞാൻ ഏതൊരു പ്രിൻസിപ്പിൾ നിങ്ങളോട് ചോദിക്കും ഒരു സ്ഥലത്ത് എത്തുമ്പോ എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ ആ ക്ലാസ്സിലില്ല. ഓക്കെ, ബാക്കിയുള്ളവർ കൂടെ ഉള്ള ചോദ്യമാണ്. ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോ ഇത് ഞാൻ സ്ഥലത്ത് വരുമ്പോ പറയും, അപ്പൊ നിങ്ങൾ ഓർത്തെടുക്കണം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. Principles which underpin the effective family school partnership. ചാപ്റ്റർ 1 പേജ് നമ്പർ 127 ഉണ്ട്. ഈ പ്രിൻസിപ്പിൾസ് ആണ് അത്. ഈ 11 പ്രിൻസിപ്പിൾ മനസ്സിലായോ? പ്രിൻസിപ്പിൾസ് ആണ് അവരവിടെ നോട്ട് ചെയ്യുന്നത്. ഏത് പ്രിൻസിപ്പിളിന് കീഴിലാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് ഏതെല്ലാമാണ് എന്നതാണ് ആ സജസ്റ്റഡ് സ്ട്രാറ്റജീസിൽ വരുന്നത്. അപ്പോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഷബീന എടുക്കും, ആ ടോപ്പിക് ഷബീന എടുക്കും. സജസ്റ്റഡ് സ്ട്രാറ്റജീസ് നമ്മുടെ സ്നേഹ എടുക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഈ സെമിനാർ തരുന്നത്. കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്, സജസ്റ്റഡ് സ്ട്രാറ്റജി, ദെൻ കണക്ടിങ് ലേണിംഗ് അറ്റ് സ്കൂൾ ആൻഡ് ഹോം ആൻഡ് സ്കൂൾ, അതിനുണ്ട് സജസ്റ്റഡ് സ്ട്രാറ്റജി. നെക്സ്റ്റ് ടോപ്പിക് മിസ്റ്റർ 132 കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് മോന്. അതിന്റെ സജസ്റ്റഡ് സ്ട്രാറ്റജി ആണ് സ്നേഹ എടുക്കുന്നത്. എന്നുവെച്ചാല് 138 അതങ്ങനെ കണക്റ്റഡ് ആണെന്നാണ് മനസ്സിലായത് നിങ്ങൾക്ക്. അവിടെ കമ്മ്യൂണിക്കേഷൻ ഡെഫിനേഷൻ മീനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന് സജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സ്ട്രാറ്റജീസിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ സാധിക്കും എന്നതാണ് ഈ ഒരു പോയിന്റ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നതിന് ഏതെല്ലാം പ്രിൻസിപ്പിൾസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നതാണ് 4, 5, 6, 7, 8, 10 നോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ആ കമ്മ്യൂണിക്കേഷൻ സജസ്റ്റഡ് സ്ട്രാറ്റജീസ് മാത്രം പറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നോട്ട് ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ ടോപ്പിക് ജസ്റ്റ് ഒന്ന് ആ ഒരു പ്രിൻസിപ്പിളും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ട് പറഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഡൗട്ട് ഇല്ലല്ലോ സെമിനാറിനെ കുറിച്ച് രണ്ടുപേർക്കും, സബീനയ്ക്കും ജിതിനും സ്നേഹയ്ക്കും? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരാണ്.
ഏതാണ് ടോപ്പിക്കിന്റെ പേര്? Connecting learning at home and at school. Okay, this is dimension X-ray. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ഡയമെൻഷനിൽ സ്റ്റേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ബൈ ഫാമിലി ആൻഡ് സ്കൂൾ ഓഫ് ഓവർലാപ്പ് ബിറ്റ്വീൻ ഹോം ആൻഡ് സ്കൂൾ സറൗണ്ടിങ്സ്. ഫാമിലിക്കും സ്കൂളിനും അവരുടെ ചുറ്റുപാടും ആ ഒരു എൻവയോൺമെന്റിനെ കുറിച്ച് നല്ലൊരു ധാരണ വേണമെങ്കിൽ കണക്റ്റിംഗ് ലേണിംഗ് അറ്റ് ഹോം ആൻഡ് സ്കൂൾ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ടീച്ചേഴ്സ് കുട്ടികളെ ഇപ്പോ നമ്മൾ പാരന്റ്സിനോട് ചോദിക്കും അല്ലെ, നിങ്ങളോട് കുട്ടികളുടെ പാരന്റ്സ് ടീച്ചേഴ്സ് ചോദിക്കാറുണ്ടോ കുട്ടി വീട്ടിൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ? ഫുൾ ടൈം ഫോണിലാണോ, ഫോൺ യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? അങ്ങനെ ചോദിച്ച് നമ്മൾ ഫോൺ യൂസ് ചെയ്യാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് നെക്സ്റ്റ് ഡേ മുതൽ അവന് വരുന്ന ഹോംവർക്കുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ശരിക്കും ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ടെക്നിക്കാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കൂടുതൽ ടൈമും ഹോംവർക്ക് എന്താ പറയുക ഫോണിൽ സ്പെൻഡ് ചെയ്യാതെ ആ ടൈമും കൂടി കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് കൂടുതൽ അവർക്ക് ഹോംവർക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഹോംവർക്ക് വർക്കിലോട് കൂടുതലാണ്, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാതെ അവര് വെറുതെ ഇരിക്കുന്നവർ എന്താണ് ചെയ്യുന്നത്? ഫോണിൽ കുത്തിയിരിക്കുന്നു, ടിവിയിൽ കാർട്ടൂൺ കാണുന്നു. അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ജസ്റ്റ് വർക്ക് ചെയ്യാന്നുള്ളത് അല്ലെ? നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോ അവിടെ ഹോമിലുള്ള സിറ്റുവേഷനും അതേപോലെ തന്നെ സ്കൂളിലെ സറൗണ്ടിങ്സ്, സ്കൂൾ എൻവയോൺമെന്റിലുള്ള സിറ്റുവേഷനും രണ്ടു പേർക്കും മനസ്സിലാക്കണം. അങ്ങനെ ഒരു കണക്റ്റിംഗ് ഉണ്ട് ഇന്ന്. ഇപ്പൊ നമുക്കറിയാം കുട്ടി വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്തെല്ലാം സബ്ജക്റ്റ് ആണ് ഹോംവർക്ക് തന്നിരിക്കുന്നത്, ഏതാണ് നാളെ പഠിച്ചുകൊണ്ട് എല്ലാവരുടെ ടോപ്പിക്. വാട്സപ്പിൽ മെസ്സേജ് വരുമല്ലോ എല്ലാവർക്കും. ഒരു 3:30 ആകുമ്പോഴേക്കും മെസ്സേജ് വന്നിട്ടുണ്ടാവും അല്ലെ? നമുക്കൊരു ഒരു കണക്ഷൻ കിട്ടി. എന്താണ് അവർ പഠിപ്പിക്കേണ്ടത്, അവർക്ക് എന്താണ് ടോപ്പിക് കവർ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ക്ലാസ്സിൽ എടുത്തു എന്നൊന്നും നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട. എന്താണ് അവർക്ക് അവര് നമ്മുടെ വീട്ടിലെത്തുന്നതിന് മുമ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പണ്ട് നമ്മുടെ പാരന്റ്സിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം സ്കൂളിൽ നമ്മൾ വിടുന്നു, നമ്മളവിടെ പഠിപ്പിക്കുന്നു, എക്സാം ആണെങ്കിൽ ഞാനൊക്കെ നൈസാണ്. കാരണം ഞാൻ എന്താ പറയാ ക്ലാസ്സിൽ പോകുന്നു, എക്സാം സാധാരണ എല്ലാ എക്സാം എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഹിന്ദിയുടെ ഒക്കെ എക്സാം ആണെങ്കിൽ ഞാൻ നൈസായിട്ട് പനി അഭിനയിക്കും. അമ്മ പനിയാണ് പോവില്ല എന്ന് പറഞ്ഞ് കരയും. അപ്പൊ അമ്മ വിചാരിക്കും ആ പനിയല്ലേ ഒരു ദിവസമല്ലേ. പക്ഷെ ഇന്നത്തെ അമ്മമാരെ പേടിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് നമ്മളെ അതിനേക്കാൾ ബുദ്ധിയുള്ള അമ്മമാരാണ്. കാരണം അവരെക്കാൾ കുരുത്തക്കേട് കാണിച്ചൊരു ജനറേഷനാണ് അവരുടെ പാരന്റ്സ് ആയിട്ട് കിട്ടിയിരിക്കണേ അല്ലെ? ഓക്കെ. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോ എന്താണ് നമ്മളൊക്കെ എന്താ പറയാ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പനിയാണ് അപ്പൊ അമ്മ പറയും അന്ന് പോവണ്ട ഉള്ള രീതിയിൽ അമ്മ വിടാം. പക്ഷെ ഇന്ന് എന്റെ മോള് ഒരു മടി കാണിക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്തെങ്കിലും എക്സാം ഉണ്ടോ നാളെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയാൽ മതി, എക്സാം വന്നിട്ടുണ്ട്, ഇന്ന് എക്സാം ആയതുകൊണ്ടാണ് മടി, വേഗം പഠിച്ചു വരുന്നത്. അല്ലെങ്കിൽ നാളെ എന്തായാലും വിടും. പനി ആണെങ്കിൽ പോലും ഇപ്പൊ നാളെ രാവിലെ ഏതെങ്കിലും നിങ്ങൾക്ക് പനിയാണെങ്കിൽ പോലും വിടും എന്ന് പറയാനായിട്ട് നമുക്കിപ്പോ നല്ലൊരു ഗട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് സ്കൂളിൽ അവരെ പഠിപ്പിക്കുന്നത്, അവരെ ടീച്ച് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആർക്ക് കിട്ടുന്നുണ്ട്? പാരന്റ്സിന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അപ്പൊ നമുക്കൊരു ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ അവർ വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്തൊക്കെ ഹോംവർക്ക് ഉണ്ട് എന്ന് ചോദിക്കാം. നമ്മൾ കറക്റ്റ് ആണോ, അവരെല്ലാം ചെയ്തോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം അവരെ കളിക്കാനൊക്കെ വിടാറുണ്ട്. അപ്പൊ ഒരു കണക്ഷൻ ഉണ്ട്. ഇന്നത്തെ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് ഇല്ലേ? പണ്ട് നമ്മളുടെയൊക്കെ പാരന്റ്സ് ടീച്ചേഴ്സിനെ കാണുന്നത് ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും അല്ലെ? അവരോട് സംസാരിക്കുന്ന പ്രോഗ്സ് കാർഡ് കാണാനോ PTA മീറ്റിംഗിന് മാത്രമായിരുന്നു സംസാരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? നമ്മള് എന്തുണ്ടെങ്കിലും ടീച്ചേഴ്സിനെ വിളിക്കുകയല്ലേ, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, കോൾ ചെയ്യുന്നു. മോളിപ്പോ എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ നല്ലതല്ലേ? നല്ലൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളും നിങ്ങളുടെ കുട്ടികളുടെ പാരന്റ്സ് ആയിട്ട് ഒരു നല്ല കണക്ഷൻ, ഒരു ഗുഡ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. കാരണം നമുക്ക് ഫോം സിറ്റുവേഷൻ കൂടുതലായിട്ട് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് എങ്ങനെ അവനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളിലാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? വലുത് കുട്ടികൾക്ക് അത് ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണോ? അങ്ങനെയല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാനത് ചോദിക്കാൻ കാരണം വെച്ചാൽ എനിക്കറിയുന്ന ഒരു സ്കൂളില് പാരന്റ്സിന് ടീച്ചേഴ്സിനെ വിളിക്കാനുള്ള ഒരു അനുമതി ഇല്ലാത്ത ഒരു സ്കൂളുണ്ട്. അപ്പൊ അത് അവരെന്തുകൊണ്ടാണ് അതങ്ങനെ വിടാത്തത് എന്നുള്ള രീതി? അത് മാനേജ്മെന്റ് സ്കൂൾ ആയിരിക്കും കേട്ടോ. അതെ അതെ.
മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ടാണ്. പക്ഷെ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ വേണം തന്നെയാണ് എന്റെ അഭിപ്രായം, അല്ലേ? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ചില മാനേജ്മെന്റ് സ്കൂൾ നമുക്ക് ചില കാര്യങ്ങള് ക്ലാസ് ടീച്ചേഴ്സിനോട് നേരിട്ട് പറയാന്നുള്ള രീതി അത് അവര് ഇത് ചെയ്യുന്നില്ല. ഒരുപാട് സ്ട്രെങ്ത് ഉള്ള സ്കൂളാണ്, അതുകൊണ്ടാണോന്ന് അറിയില്ല. ചിലപ്പോ എന്താ പറയാ, ടീച്ചേഴ്സിന് അത് ഡിസ്റ്റർബൻസ് ആകും എന്ന് വിചാരിച്ചിട്ടാവാം, ചിലപ്പോ അതായിരിക്കില്ല. അങ്ങനെയും ആവാം. പക്ഷെ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ നമ്മളുടെ ക്ലാസ്സിൽ? നമ്മളുടെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു 25 സ്റ്റുഡൻസ് ആയിരിക്കും. ഇപ്പൊ LKG ടീച്ചറിന്റെ കീഴിൽ വരുന്ന 25 സ്റ്റുഡൻസ് ആയിരിക്കും. ആ 25 സ്റ്റുഡൻസിന്റെ പാരന്റ്സിന്റെ നമ്പർ കളക്ട് ചെയ്യുക, അവരായിട്ട് നല്ലൊരു കോൺടാക്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണ്. അതായത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, ഒരു വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ബ്രേക്ക് ആവാൻ പാടില്ല. നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പിന്റെയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവാനായിട്ട് നമ്മൾ സമ്മതിക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ബൈ ഫാമിലീസ് ആൻഡ് സ്കൂൾ ഓഫ് ഓവർലാപ്പ് ബിറ്റ്വീൻ ദ ഹോം ആൻഡ് സ്കൂൾ സറൗണ്ടിങ്സ്. രണ്ട് സറൗണ്ടിങ്സും നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റണം. The connection between successful partnership and child learning. അവിടെ നമ്മൾ ഒരു നല്ല കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിന് കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ കണക്ഷൻ. ഇൻക്ലൂഡിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്പെക്ടേഷൻ ഫ്രം ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് ടു ദ ചൈൽഡ് സക്സസ് അറ്റ് സ്കൂൾ. കുട്ടീനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. നമ്മൾ പാരന്റ്സിന് ടീച്ചേഴ്സിനോട് പറയാം, ടീച്ചേഴ്സ് പറയും ഇങ്ങനെയാണ് ആള്, നിങ്ങളെ എക്സ്പെക്ട് ചെയ്യുന്ന പോലുള്ള ഒരാളല്ല, കാലിബർ ഉള്ള ആളല്ല എന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ്. അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് പറയും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാൾ കൂടുതൽ നമ്മൾ അവന്റെ ഇത് പ്രതീക്ഷിക്കാം, അവൻ അത്രയും നല്ല കുട്ടിയാണ്. നമുക്കൊരു ഏകദേശം എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ വരുത്താനായിട്ട് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഹെൽപ്പ് ചെയ്യും. Families and schools work together to create positive attitude to learning in each child. ഒരു കുട്ടിയുടെ ലേണിംഗ് പ്രോസസ്സിൽ അവന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫാമിലി സ്കൂൾ നല്ല രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അതിനെ ഹെൽപ്പ് ചെയ്യും. എൻഷുർ ഫാമിലി ആർ ഫോംഡ് അബൌട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ ചൈൽഡ് പ്രോഗ്രസ്. അപ്പോ ഫാമിലീസ് ഫോം ചെയ്തിരിക്കുന്നത് ആ കുട്ടി ഫാമിലീസും അതേപോലെ തന്നെ സ്കൂളുകളും ഒരു കാര്യം ശ്രദ്ധിക്കണം. അവർക്ക് കുട്ടികളുടെ പ്രോഗ്രസ്സുകൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം വേണം. അവരിൽ വരുന്ന മാറ്റങ്ങൾ നോട്ട് ചെയ്യണം. ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തുന്നതിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ഒരു പ്രോഗ്രസ് എങ്ങനെയുണ്ട്, കുട്ടി എങ്ങനെയാണ് പഠിക്കാനായിട്ട് മാറ്റങ്ങളുണ്ടോ. പ്രോഗ്രസ് കാർഡ് ജസ്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ മാർക്സ് മാത്രമാണ് അതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. കുറെ കാര്യങ്ങൾ കാണാതെ പഠിക്കുന്നത്, ലേൺ ചെയ്യുന്നു. അല്ലാതെ കുട്ടിയിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടല്ലോ. ഒരു ലേണിംഗ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ കുട്ടിയിൽ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തണ്ടേ. അപ്പൊ ആ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടോ എന്ന കാര്യങ്ങൾ ഫാമിലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. Families and school valuing and using the skills and knowledge child bring both from home to the school and from the school to the home. നമ്മളെല്ലാവരും പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടികള് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഫാമിലിയിൽ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും അവൻ എവിടേക്കും കൂടി കൊണ്ടുപോകും, സ്കൂളിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ സ്കൂളിൽ ചെന്ന കാര്യങ്ങളൊക്കെ പറയും. അതേപോലെ തന്നെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ കുട്ടികൾ ബാഡ് ലാംഗ്വേജ് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ നമ്മളത് അവർ ചോദ്യം ചെയ്യുമ്പോൾ അവരെ സ്കൂളിൽ നിന്ന് കേട്ടതായിരിക്കും. നമ്മളത് നോട്ട് ചെയ്യണം, ടീച്ചേഴ്സിനോട് ഇൻഫോം ചെയ്യണം. ഞങ്ങളുടെ വീട്ടിൽ ആരും ഇങ്ങനെ ബാഡ് ലാംഗ്വേജ് പറയുന്നില്ല, സ്കൂളിൽ നിന്ന് കുട്ടി കേട്ട് പഠിച്ചതാണ് ഈ ഒരു ലാംഗ്വേജ്. സോ ഇത് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അത് ആരാണോ പറയുന്നത് അവരെ സ്റ്റോപ്പ് ചെയ്യണം, അത് വാൺ ചെയ്യണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഇതാണ്. അതേപോലെ ചില ഫാമിലീസിൽ ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, ബാഡ് ആയിട്ടുള്ള ലാംഗ്വേജും ബാഡ് ആയിട്ടുള്ള വേർഡ്. അത് അവർ കേട്ടിട്ട് അത് തന്നെ വന്ന് ഇവിടെ പറയും, സ്കൂളിൽ പറയും. നമ്മൾ കുട്ടീനോട് പെരുമാറുന്ന സമയത്ത്, കുട്ടീനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പാരന്റ്സും എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, നമ്മൾ ഈ കുട്ടീനോട് മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അവര് കുട്ടി എന്ന് പറയുമ്പോൾ അവരുടെ ക്ലാസ്സിൽ ചെന്ന് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി ഫ്രണ്ട്സിന്റെ പാരന്റ്സിന് അത് കമ്മ്യൂണിക്കേഷൻ എത്തുന്നുണ്ട്, ടീച്ചേഴ്സിന് ആ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. സോ നമ്മളുടെ ഫാമിലിയുടെ പ്രൈഡ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ നമ്മൾ എന്ത് കാര്യവും കുട്ടികൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ പെരുമാറണം, മോശമായിട്ട് വരുന്ന രീതിയിലോ ആവാൻ പാടില്ല. Families and school identifying using learning opportunity in the home environment. ഫാമിലീസും സ്കൂളും ലേണിംഗ് ഓപ്പർച്യൂണിറ്റി, ഹോമിലുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും മനസ്സിലാക്കണം.
Parents working with the teachers in educational decision-making process for their individual child. നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ടീച്ചേഴ്സും പാരന്റ്സും കൂടി ഒരുമിച്ച് വേണം ഡിസിഷൻസ് എടുക്കാനായിട്ട്. സ്കൂൾ ബിക്കം എ വെന്യൂ ആൻഡ് ഏജന്റ് ഫോർ പാരന്റ് സെൽഫ് ഗ്രോത്ത്. ഒരു അവസരമാണ് എന്താ സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പാരന്റ്സിന്റെ പേഴ്സണൽ ഗ്രോത്തും ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ സ്കിൽസിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേസ് ആയിട്ട് സ്കൂളുകൾ മാറാണ് വേണ്ടത്. ഞാൻ ഒന്നും കൂടി പറയാം. കണക്ടിങ് ലേണിംഗ് അറ്റ് സ്കൂൾ ആൻഡ് അറ്റ് ഹോം എന്നാണ് നമ്മളുടെ ടോപ്പിക്കിന്റെ പേര്. ഈ ഒരു ഡയമെൻഷനിൽ പറയുന്നത് ഫാമിലിയും ഹോമും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. കാരണം ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളും അതേപോലെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും ഒരു പരസ്പരം കണക്റ്റഡ് ആണ് അല്ലെ. നമ്മൾ എന്തായാലും ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ പാരന്റ്സിനോട് പറയും. അതേപോലെ തന്നെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യും, പാരന്റ്സ് ടീച്ചേഴ്സിനോടും കുട്ടി ഫ്രണ്ട്സിനോടും എന്തായാലും പറയും. അപ്പൊ ഈ ഒരു കണക്ഷൻ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. അതേപോലെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ് കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സറൗണ്ടിങ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ശ്രദ്ധ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് നല്ലൊരു രീതിയിൽ പഠിക്കാനും ലേൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. ഒരു സക്സസ്ഫുൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ചൈൽഡ് ലേണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി പാരന്റ്സിനും ടീച്ചേഴ്സിനും കുട്ടീനെ എങ്ങനെ എക്സ്പെക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഒരു കണക്ഷൻ ഉണ്ട്. പാരന്റ്സിന് പറയാം കുട്ടി വീട്ടിലിരുന്ന് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ടീച്ചർക്ക് പറയാം വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് പഠിക്കുന്നുണ്ട്. അത് പഠിക്കുന്നില്ലെങ്കിൽ അവൻ ശ്രദ്ധിക്കുന്നില്ല, അപ്പൊ അവനെ നമ്മള് ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവനെ ഒന്നും കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു കണക്ഷൻ ഹെൽപ്പ് ചെയ്യും. ഫാമിലി സ്കൂൾ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുട്ടിയുടെ ലേണിംഗ് പ്രോഗ്രസ്സിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എൻഷുർ ഫാമിലി ആർ ഫോംഡ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദെയർ ചൈൽഡ് പ്രോഗ്രസ്. നമ്മൾ ഈ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടിയുടെ പ്രോഗ്രസിനെ കുറിച്ചിട്ട് ഫാമിലിക്ക് ഏകദേശം ഒരു ധാരണ വരാം, അല്ലാതെ നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കൂടുതൽ കുട്ടിക്ക് നല്ല സ്കിൽസ് നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരും. അതിനെ കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധ വേണം. പാരന്റ്സിന് നല്ല കാര്യങ്ങൾ മാത്രം വീട്ടിൽ പറഞ്ഞു കൊടുക്കണം. പിന്നെ എന്താണ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി, വീട്ടിൽ പഠിക്കാനുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം. എഡ്യൂക്കേഷണൽ ഡിസിഷൻ മേക്കിങ്ങില് പാരന്റ്സിനെ കൂടി ഇൻവോൾവ് ചെയ്യാൻ ടീച്ചേഴ്സ് മറക്കരുത്. പിന്നെ കുട്ടികൾക്ക് മാത്രമുള്ള ഒരു പ്ലേസ് ഫോർ എഡ്യൂക്കേഷൻ അല്ല, പാരന്റ്സിന്റെ സെൽഫ് ഗ്രോത്ത് ലേണിംഗിനും ഡെവലപ്മെന്റ് ഓഫ് ന്യൂ സ്കിൽസിനുള്ള ഒരു അവസരം കൂടി ആവണം. അവസരമാവണം അല്ലെങ്കിൽ പ്ലേസ് ആവണം നമ്മളുടെ സ്കൂളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാരാ സെമിനാർ എടുക്കുന്നത്? കണക്ഷൻ ബിറ്റ്വീൻ ഹോം അറ്റ് സ്കൂൾ ആൻഡ് അറ്റ് ഹോം അറ്റ്. ഞാൻ പറയുമ്പോൾ മാറ്റി പറയുന്നത്, ഞാൻ കണക്ടിങ് ലേണിംഗ് അറ്റ് സ്കൂൾ ആൻഡ് ഹോം എന്നാ പറയുന്നത്. അത് കുറെ നാളായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ മാറ്റി പറയാം, നിങ്ങൾ ആ ഒരു കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി, വ്യത്യാസമൊന്നുമില്ല. ഇതാരാ സെമിനാർ എടുക്കുന്നത്? ഞാൻ ഓക്കെ, ജിഷ അല്ലേ? MT 14. ഇനി ഇതിന്റെ എന്തുണ്ട് സജസ്റ്റഡ് സ്ട്രാറ്റജീസ് ഉണ്ട്, അതാരാ എടുക്കുന്നേ? ഈ പോയിന്റ് ആരാ എടുക്കുന്നേ? എടുത്തവർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പോയിന്റ്സ് വരുമ്പോഴത്തേക്കും ടെക്സ്റ്റ് വായിച്ചാണോ മാം പറയട്ടെ, അതോ നമ്മൾ പുറത്തുനിന്ന്? ഇല്ലടാ, ടെസ്റ്റ് വായിച്ച് അതിലത്തെ പോയിന്റ്സ് പറഞ്ഞാൽ മതി. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ടെസ്റ്റ് അതിൽ ഉള്ളത് മാത്രം പറഞ്ഞാൽ മതിയോ? അപ്പൊ ഞാൻ പറയാം. അവന്റെ പേര് ഷംന. ഷംന. ഏത് ബാച്ചാണ്? MT 14 അല്ലേ? 14. ഓക്കെ, അപ്പൊ ഇത് പോയിന്റ്സ് നെക്സ്റ്റ് പേജിലേക്ക് ഉണ്ട് കേട്ടോ, നോക്കണോട്ടോ. എന്താണ് മാം? നെക്സ്റ്റ് പേജിലേക്കും കൂടി ഉണ്ടെന്ന് പറഞ്ഞതാ. ഓക്കെ. ഇതിലെ പോയിന്റ്സ് വായിച്ച് പറഞ്ഞാൽ മതിയല്ലോ. മീനിങ്ങും കാര്യങ്ങളും മോന് മനസ്സിലായ കാര്യങ്ങള് പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മള് വീണ്ടും തിരിച്ച് പേജ് നമ്പർ 134 വരാം കേട്ടോ.
ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി. നല്ലൊരു സമൂഹം ബിൽഡ് ചെയ്യാനായിട്ട് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നുണ്ട്. സത്യമാണോ? This key dimension emphasizes the activities that improve the quality of the life in the community while honoring the culture, traditional value, relationship in that community. നല്ലൊരു ജീവിത സാഹചര്യം ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്, നല്ല വാല്യുബിൾ ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ട് നമ്മുടെ കുട്ടികളെ മാറ്റാനായിട്ട്, അവർ നമ്മളുടെ സംസ്കാരത്തെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാരമ്പര്യത്തെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട്, മൂല്യങ്ങള്, ബന്ധങ്ങള്, അതിനെല്ലാം ഒരു വാല്യൂ കൊടുക്കാനായിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ബൈ ഇൻക്ലൂഡിങ് ആക്ടിവിറ്റി that shapes the student's sense of identity. അപ്പോൾ നല്ലൊരു സെൻസ് ഓഫ് ഐഡന്റിറ്റി, നമ്മുടെ സമൂഹ ബോധം ക്രിയേറ്റ് ചെയ്യാൻ, കുട്ടികളെ ക്രിയേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് കൾച്ചർ schools can build a sense of community in each student. ഓരോ സ്റ്റുഡൻസിന്റെയും നല്ലൊരു എന്താണ് ആ ഒരു കമ്മ്യൂണിറ്റി, സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ, സമൂഹ ബോധം ബിൽഡ് ചെയ്യാൻ നമ്മുടെ സ്കൂൾ പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ വർക്ക് ഓഫ് സ്കൂൾ ഇൻക്ലൂഡ് accept of social, emotional, moral, spiritual growth of young peoples. നമ്മളുടെ കുട്ടികളുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ആവട്ടെ, ഇമോഷണൽ ഡെവലപ്മെന്റ് ആവട്ടെ, മോറൽ ഡെവലപ്മെന്റ് ആവട്ടെ, സ്പിരിച്വൽ ഡെവലപ്മെന്റ് ആവട്ടെ, നല്ല എന്താ പറയുക സ്പിരിച്വൽ ആത്മീകമായിട്ടുള്ള ഡെവലപ്മെന്റ്, ഇതിനെല്ലാം എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ സ്കൂൾ ഹാവ് എ റോൾ to play promoting both personal growth and cultural renewal. സാംസ്കാരിക നവീകരണത്തിനെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. സ്കൂൾസ് ക്യാൻ ആക്ട് ആസ് എ ഫോക്കൽ പോയിന്റ് ഫോർ കമ്മ്യൂണിറ്റി ടു കം ടുഗദർ ആൻഡ് എൻഗേജ് ഇൻ കപ്പാസിറ്റി ബിൽഡിംഗ്. അപ്പോൾ നല്ലൊരു ഫോക്കൽ പോയിന്റ് ആണ് സ്കൂളുകൾ എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിന്റെ ഭാവിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത് സ്കൂളുകൾ എന്ന് പറയുന്നത്. ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നിങ്ങൾ ഓരോ ഡിസീസിലാണ് കേട്ടോ. സോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, നല്ല രീതിയിൽ, നല്ല കൾച്ചറലി നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്ത് എടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനുണ്ട്. അപ്പോ ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ ആണ് ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നല്ല വ്യക്തികളെ വാർത്തെടുക്കുക, നല്ല സമൂഹത്തെ വാർത്തെടുക്കുക, നല്ല വ്യക്തിത്വമുള്ള വ്യക്തികളെ, നല്ല ഗുഡ് ക്വാളിറ്റി, ഗുഡ് ഹ്യൂമൻ ബിഹേവിയർ ഉള്ള വ്യക്തികളെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് സ്കൂളുകൾക്കുള്ളത്. അതിലൂടെ നല്ല ക്വാളിറ്റി, അവരെ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആവുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ മാറ്റം വരും അല്ലേ? പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. നമ്മുടെ കൾച്ചറിനെ നമ്മൾ ബഹുമാനിക്കും, നമ്മുടെ ട്രഡീഷനെ ബഹുമാനിക്കും, നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കും, മൂല്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നല്ല റിലേഷൻഷിപ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സമൂഹത്തിൽ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈ ഇൻക്ലൂഡിംഗ് ദ ആക്ടിവിറ്റി ഷേപ്പ് ദ സ്റ്റുഡന്റ് സെൻസ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് കൾച്ചർ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ അവരുടെ സെൻസ് ഓഫ് ഐഡന്റിറ്റി, അവരുടെ പൗരത്വ ബോധം, അല്ലെങ്കിൽ അവരൊരു വ്യക്തി, നല്ലൊരു വ്യക്തിനെ നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും? ഐഡന്റിഫൈ അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സ്കൂൾസ് ക്യാൻ ബിൽഡ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. അതിലൂടെ നമ്മുടെ സമൂഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സെൻസ് നമ്മൾ കുട്ടികളിൽ ബിൽഡ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? സ്കൂളുകൾക്ക് പറ്റും. ദ വർക്ക് ഓഫ് ദ സ്കൂൾസ് ഇൻക്ലൂഡ്, എന്തെല്ലാം കാര്യത്തിലാണ് സ്കൂളുകൾ വർക്ക് ചെയ്യുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റ്, കുട്ടിയുടെ ഓവറോൾ സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, മോറൽ ഡെവലപ്മെന്റ്, സ്പിരിച്വൽ ഗ്രോത്ത്. കുട്ടികളെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളിൽ ആര് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്? ടീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. ദസ് സ്കൂൾ ഹാവ് ദ റോൾ ടു പ്ലേ ഇൻ പ്രൊമോട്ടിംഗ് ബോത്ത് ദ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് കൾച്ചറൽ റിന്യൂവൽ. ഒരു കുട്ടിയുടെ പേഴ്സണൽ ഗ്രോത്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതേപോലെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന കൾച്ചറിനും അതേ ഇമ്പോർട്ടൻസും കാര്യങ്ങളും കൊടുക്കണം. സ്കൂൾസ് ക്യാൻ ആക്ട് ആസ് എ focal point for community to come together and engage in capacity building. സ്കൂളുകൾ ഒരുമിച്ച് വരുമ്പോൾ ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യണം. നമ്മുടെ കമ്മ്യൂണിറ്റീസിന് നല്ല രീതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാനും അത് നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു
അവസരമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ടോപ്പിക് ആരെടുക്കും സെമിനാർ? ഇഷ്ടവർക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എടുക്കാം മാം. ലവ്ലി. ഓക്കെ, ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സജസ്റ്റഡ് സ്ട്രാറ്റജീസ്, പേജ് നമ്പർ 141. അതാരെടുക്കും? ആരെടുക്കുന്നത്? ഞാനെടുക്കാം മാം. ടെസ്സി. ടെസ്സിമോൻ MT 13 അല്ലേ? 13. അപ്പോ ആ പോയിന്റ്സ് നെക്സ്റ്റ് ഡേ നമുക്ക് 6 സെമിനാർ ആണ് ടോട്ടൽ ആയിട്ടുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ. സോ ആ സെമിനാറിന് പ്രിപ്പയർഡ് ആയിട്ട് വരണം. ഇപ്പൊ ഞാൻ എടുത്ത ടോപ്പിക് കമ്മ്യൂണിക്കേഷൻ മുതൽ നമ്മളുടെ ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി വരെ എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. വേഗം ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. 141 അല്ലേ പേജ് നമ്പർ എന്റെ സെമിനാർ? ആടാ 141. 141. ഓക്കെ സി ഓക്കെ പോയിന്റ് മാം. സി, ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി പോയിന്റ് സി ഓക്കെ മാം. മാർക്ക് ചെയ്തേക്കട്ടാ. എല്ലാവരും ഒന്ന് വായിച്ചേ. അല്ല മാം, എനിക്ക് കിട്ടിയേക്കണത് ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി അല്ലേ മാം? അതേടാ, അത് ഇവിടെയാണ് നമ്മളെ പേജ് ഓക്കെ നമ്പർ. ഓക്കെ, മനസ്സിലായി. മീനിങ് ആണ് ലവ്ലിക്ക് വന്നിരിക്കുന്നത്. അതങ്ങനെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ട് അവിടെ പോയി പറയണേ കേട്ടോ. സെമിനാർ കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സെമിനാർ കൊടുത്തിട്ട് പിള്ളേർക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. എന്നിട്ട് അവര് ഇതാണ് സെമിനാർ എടുത്തത്, ആ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സെമിനാർ എടുത്തത്. അതായത് ഞാൻ വീണ്ടും അത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മീനിങ് പറഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് സജസ്റ്റ് സ്ട്രാറ്റജീസ് പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കി, ഓവറോൾ ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും.
എല്ലാരും റീഡ് ചെയ്ത് നോക്കിയോ? ഓക്കെ മിസ്. ഡൗട്ട്സ് ഉണ്ടോ? നമ്മളിപ്പോ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നതിലേ ദിസ് കീ ഡിമെൻഷൻസ് കഴിഞ്ഞിട്ടുള്ള വേർഡ് ഒന്ന് വായിക്കാമോ? മൾട്ടി ഡയമെൻഷൻ ആണോ? ഇറ്റ്സ് മൾട്ടി ഡയമെൻഷൻ. ഡയമെൻഷൻ കഴിഞ്ഞിട്ട് ഡയമെൻഷണൽ. ഇറ്റ് മേ ബി എന്നാണ്. കമ്മ്യൂണിക്കേറ്റിംഗ് എന്നുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് ഇല്ലേ? അതെ. മോനൊന്ന് അതിന് നോക്കി, സ്ക്രീനിലേക്ക് നോക്കി. പേജ് നമ്പർ പറഞ്ഞേ. പേജ് നമ്പർ 132 32 132 കമ്മ്യൂണിക്കേറ്റിംഗ്. അതല്ലേ എനിക്ക് പറഞ്ഞിരിക്കുന്ന സെമിനാർ അതാണ്. പറയാതില്ല. അതില് ദിസ് കീ ഡയമെൻഷൻ അത് കഴിഞ്ഞിട്ടുള്ള വേർഡ് ഒന്ന് വായിക്കാവോ? മിസ്റ്റേക്ക് ആണ്. ആക്സിലറേറ്റ് എന്നാണ്. ആക്സിലറേറ്റ്, ഇംപ്രൂവ് എന്നുള്ള മീനിങ് വരെ. എങ്ങനെയാ മിസ് ഒന്നുകൂടി പറഞ്ഞു? ആക്സിലറേറ്റ് എന്ന് പറയില്ലേ നമ്മള്, ആക്സിലറേറ്റ് ആക്സിലറേറ്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്, അങ്ങനെ ഒരു മീനിങ് ഇല്ലേ? ഇംപ്രൂവ്. ആ ഒരു ഇംപ്രൂവ് ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ. മാം ടെക്സ്റ്റില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ? നോക്കട്ടെ, 1 മിനിറ്റ്. ടെക്സ്റ്റില് ആക്സെൻച്വേറ്റ് എന്നാണ്. ആക്സെൻച്വേറ്റ്. എനിക്കത് വായിക്കാൻ പറ്റില്ല. അതാണ് ആ ഇംപ്രൂവ് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ. ആക്സെന്റുവേറ്റ് എന്നല്ലേ എഴുതിയിട്ടുള്ള? ആക്സെന്റുവേറ്റ്. ആക്സെന്റുവേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആക്സെന്റുവേറ്റ്. ആക്സെൻച്വേറ്റ്. ഊന്നി പറയുക എന്നുള്ളൊരു മീനിങ് വരുന്നത്. പക്ഷെ ഇംപ്രൂവ്. ഓക്കെ മിസ്. വേർഡിന് മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. അവിടെ ഇംപ്രൂവ് എന്നോ അല്ലെങ്കിൽ ആക്സിലറേറ്റ്, കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൊരു മീനിങ് വരുന്നുള്ളൂ. ഇപ്പോ താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാറിന് വേണ്ടി പ്രിപ്പയർ ആയിട്ട് വരാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.